ദൃശ്യത്തിൻ്റെ ഒരു കഥ കേൾക്കുന്ന സമയത്ത് ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരു ഹീറോ, ആ ഹീറോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മോഹൻലാൽ സാറുമായി ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് മലയാളികൾക്ക് ഏറ്റവും വലിയ വിജയങ്ങൾ ഉണ്ടാകുന്ന സിനിമകൾ നിർമ്മിക്കാൻ ഭാഗ്യമുണ്ടാകണമേ എന്ന് വിചാരിച്ചാൽ ഞാൻ ഓരോ ചിത്രത്തെയും സമീപിക്കുന്നു. അപ്പോൾ ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ കഥയിൽ അതിനകത്ത് എനിക്കിഷ്ടമുള്ള ഒരു ഹീറോ, ഒരു ഹീറോ പരിവേഷമുള്ള ഒരു നായകനെ ആ സിനിമയുടെ കഥ കേട്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു, ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ ആ ഹീറോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അടി മാത്രം കൊടുക്കുന്ന അത് മാത്രമായിട്ടല്ല ഹീറോയിസത്തിന് കാണുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ ചേരുവകളും ഉണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു ദൃശ്യത്തിൻ്റെ കഥയിൽ. അതുകൊണ്ട് തന്നെയാണ് ആ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ഈ മൂന്നാം ഭാഗവും അതിനെല്ലാത്തിനകത്തും നമ്മുടെ മനസ്സിലുള്ളൊരു ഹീറോ അതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഒന്നും രണ്ടും വിജയിക്കാൻ കാരണം. മൂന്നാം ഭാഗവും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഈ സിനിമയിൽ സഹകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മുൻപോട്ടും അതുപോലുള്ള ഹീറോകൾ തന്നെയുള്ള ഭാഗങ്ങൾ വീണ്ടും ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ നമ്മുടെ മനസ്സിലുള്ള കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് ജിത്തുവിനെ അതിനെ പ്രേരിപ്പിക്കും എന്നും കൂടി ഈ അവസരത്തിൽ പറയാം.